നമസ്കാരം, ഓപ്പൺ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. കാലാവധി തീരാൻ 5 ദിവസം. ആറളത്തെ ആനമതിൽ നിർമ്മാണം ഇനിയും പൂർത്തിയായില്ല. വൈദ്യുതി പാർലമെന്ററി പരിസ്ഥിതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് മുരിങ്ങോടി നെയ്യമൃത് മഠം സന്ദർശിച്ചു. തൃശൂരിൽ കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച MDMAയുമായി ഒരാളെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്രീജിത്തിനെയാണ് അറസ്റ്റ് ചെയ്തത്. കൽപ്പറ്റയിൽ വയോധികയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വയനാട് വെണ്ണിയോട് വൈപ്പടിയിലാണ് സംഭവം. ഫാത്തിമയാണ് മരിച്ചത്. 85 വയസ്സായിരുന്നു. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂട്ടി. പെട്രോളിന് ലിറ്ററിന് 2 രൂപ 61 പൈസയും ഡീസൽ ലിറ്ററിന് 2 രൂപ 71 പൈസയുമാണ് കൂട്ടിയത്. രണ്ടാഴ്ചക്കിടെ 4ാമത്തെ വിലവർധനയാണിത്. ഒറ്റപ്പാലത്ത് ഗൃഹനാഥൻ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ. ഭാര്യയും മകനും അവശ നിലയിൽ ആശുപത്രിയിൽ. കടകളിൽ കയറി മൊബൈൽ ഫോൺ മോഷണം. കൊച്ചി നഗരത്തിലെ സ്ഥിരം മോഷ്ടാവ് അറസ്റ്റിൽ. മുതിർന്ന കോൺഗ്രസ് നേതാവും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുമായ മംഗലം ഗോപിനാഥ് അന്തരിച്ചു. 88 വയസ്സായിരുന്നു. കർണാടകയിലെ കൽബുർഗി ജില്ലയിൽ നീറ്റ് പരീക്ഷയിൽ പങ്കെടുത്ത വിദ്യാർത്ഥി ജീവനൊടുക്കിയ നിലയിൽ. 18-കാരിയായ ഭാഗ്യശ്രീയാണ് മരിച്ചത്. പത്തനംതിട്ടയിൽ മോഷ്ടിച്ച വാഹനവുമായി ബാറുകളിൽ കയറി. ചിൽമൂടിൽ കറങ്ങി നടന്ന കള്ളൻ ഒടുവിൽ പിടിയിലായി. കൂടൽ നെടുമൺകാവിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന റോബിനാണ് പിടിയിലായത്. ഡാറ്റ എൻട്രി ജോലിക്ക് ഓൺലൈൻ അഭിമുഖം എന്ന പേരിൽ കെണിയൊരുക്കി. യുവതിയുടെ നഗ്നചിത്രം കൈക്കലാക്കി ഭീഷണി. പ്രതി പിടിയിൽ. സംഭവം കൊച്ചിയിൽ. ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ. കാസർഗോഡ് ഭർത്തൃവീട്ടിൽ ജീവനൊടുക്കിയ യുവതിയുടെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്ത്. പാലക്കാട് അട്ടപ്പാടി മധു കൊലക്കേസിൽ 1-ാം പ്രതിയെ വെറുതെ വിട്ട് ഹൈക്കോടതി. മറ്റ് എല്ലാ പ്രതികളും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. കൊച്ചി നഗരത്തിൽ ലഹരിമരുന്ന് വ്യാപനം തടയാൻ പോലീസ് നടത്തുന്ന ശക്തമായ പരിശോധനയ്ക്കിടെ കഞ്ചാവുമായി 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായി. റോഡ് മാർഗമുള്ള കണ്ടെയ്നർ നീക്കത്തിന് സജ്ജമായി വിഴിഞ്ഞം തുറമുഖം. സംസ്ഥാന സർക്കാർ അനുമതി ലഭിച്ചാൽ ജൂൺ ആദ്യവാരത്തോടെ വിഴിഞ്ഞം വഴിയുള്ള എസ്കീം കാർഗോയ്ക്ക് തുടക്കമാക്കും. തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തി. കടകംപള്ളിയുടെ തോൽവിയിൽ അന്വേഷണം വേണമെന്ന് CPIM വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി. KSRTC പെൻഷൻകാർ ദുരിതത്തിൽ. 4 ജില്ലകളിൽ വിരമിച്ച ജീവനക്കാർക്ക് പെൻഷൻ ലഭിച്ചില്ല. CBSE പുനർമൂല്യനിർണയ ക്രമക്കേടിൽ കൂടുതൽ പരാതികൾ നൽകി വിദ്യാർത്ഥികൾ. പരീക്ഷാ പേപ്പർ പകർപ്പ് PDF ആയി നൽകിയത് രജിസ്റ്റർ നമ്പർ നോക്കാതെയെന്ന് ആരോപണം. പാഠപുസ്തക അച്ചടി പൂർത്തിയായി. മെയ് 30-ന് മുൻപായി സ്കൂളുകളിൽ പുസ്തകമെത്തും. വിദ്യാഭ്യാസ മന്ത്രി. പാരിയത്തുകാവിലെ കുടിയൊഴിപ്പിക്കലിൽ കോടതി വിധി നടപ്പാക്കുകയല്ലാതെ സർക്കാരിന് മറ്റ് മാർഗമില്ലെന്ന് ഹൈക്കോടതി. കോടതി വിധി സർക്കാർ അനുസരിക്കണമെന്നും അല്ലാതെ മറ്റ് മാർഗമില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഗ്രാമിന് 30 രൂപ കൂടി 14,610 രൂപയും പവന് 240 രൂപ കൂടി 1,16,880 രൂപയുമായി. വെള്ളിക്ക് 295 രൂപയുമായി. കേളകത്തെ ഇന്നത്തെ വില നിലവാരം. റബ്ബർ 244, ലോട്ട് 229, ഒട്ടുപാൽ 140, കുരുമുളക് 675, അടയ്ക്ക 380, തേങ്ങ 44, കാപ്പിക്കുരു 190, ചിരട്ടപ്പാൽ 130, കൊക്കോ 90. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.